വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെറിയ ട്രിപ്പ് പോവാണ്. ട്രിപ്പുകളൊന്നും വലിയ സംഭവമായിട്ടൊന്നുമില്ല. നമ്മളൊരു ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം പോകുമ്പോൾ. എന്നിട്ട് നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്താലോ, അപ്പം അത് വിചാരിച്ചിട്ട്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ കാണാം. 7 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് 9 മണി കഴിഞ്ഞിട്ട്. അല്ലെങ്കിലും നമ്മളൊക്കെ പോവാന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. നല്ല ചൂടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയാൽ ഇങ്ങനെ തന്നെ. ബോയ്സിനൊന്നും വലിയ സീനില്ല, പ്ലാൻ ചെയ്ത് പോകണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഗേൾസും പിന്നെ ഇവരുടെ കൂടെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് തന്നെ പോകണം. നമുക്കൊരു ചെറിയ സ്ഥലത്ത് പോവുകയാണെങ്കിലും കുറേ ഒരുങ്ങാനുണ്ട്. അവരുടെ ഫീഡിങ്ങും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടും കൽപ്പിച്ച് നമ്മൾ കർണാടകയിലേക്കാണ് പോയത്. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് തൃശ്ശൂർ പോകാമെന്നായിരുന്നു, ആതിരപ്പള്ളി അവിടെയൊക്കെ. പക്ഷേ നമ്മൾ പിന്നെ മൈസൂരാക്കി. മൈസൂർ പകുതി എത്തിയപ്പോഴത്തേന് ഭയങ്കര ചൂട്. അപ്പോൾ മക്കളങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഗുണ്ടിൽപേട്ട സ്റ്റോപ്പ് ചെയ്ത് ഇനി ഗോപാൽസ്വാമിപേട്ടയ്ക്കാണ് പോകുന്നത്. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വെള്ളമെല്ലാം കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി ഗോപാൽസ്വാമിപേട്ടയിലേക്ക് പോകുന്നത്. നമ്മൾ എങ്ങനെ പോവുകയാണെങ്കിലും ഇവരുടെ വയറ് ഫില്ലാക്കണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെള്ളവും ഇങ്ങനെ ഓരോന്ന് കൊടുത്തിരുന്നു. ഇവരുടെ ലാൻഡൊക്കെ എന്ത് രസമല്ല ഇങ്ങനെ കാണാൻ. പിന്നെ ഓരോ ഭാഗത്തും ഓരോ കൃഷികളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. ഗുണ്ടിൽപേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥലമാണ്. വയനാട്ടിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാം. ഞാൻ ഇതുവരെ പോവാത്ത ഇവിടുത്തെ ഗോപാൽസ്വാമിപേട്ടയിലേക്കാണ് ആദ്യമായിട്ട് പോയത്. ഗുണ്ടിൽപേട്ടയിലേക്ക് ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ ഈ ബസ്സിലാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ KSRTCയിലേക്കാണ് കയറുന്നത്. അത്രയും വലിയ ബസ് കയറിയാലും നമ്മുടെ അടിയൊന്നും തുറന്നിട്ടില്ല. ഞാൻ അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് പിന്നെയും കച്ചറായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആലുവിന്റെ സ്ഥിതി ഇതാണെങ്കിൽ അന്നമോളുടെ സ്ഥിതി ഇതാണ്. എല്ലാവരും ബസ്സും ഒക്കെ ആദ്യമായിട്ട് കയറിയപ്പോൾ അവൾക്കൊരു എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. നല്ലൊരു താഴ്ന്ന പ്രദേശത്തിലേക്ക് ഒരു കുന്നിലേക്ക് കയറി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടേക്ക് വേറെ വണ്ടികളൊന്നും അലൗഡ് അല്ല, കാരണം ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. പിന്നെ ഓരോരോ കയറ്റം കയറുമ്പോഴും ഇവിടുത്തെ വ്യൂ മാറി മാറി വരുവാണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി വ്യൂ തന്നെ ഇവിടെ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആനനെയൊക്കെ കാണാം. ആന ക്രോസ് ചെയ്യുന്നൊക്കെ കാണാമായിരുന്നു. ഭാഗ്യമില്ലാത്തതൊന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ നമ്മൾ ഓരോ യാത്രകൾ പോകുന്നതും നമ്മളെ സ്ഥലത്തിനെക്കാട്ടും ഇമ്പോർട്ടൻസ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടി സോളോ ട്രിപ്പിനെക്കാട്ടും ഒക്കെ അടിപൊളിയല്ലേ. നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഇരിക്കുക, അങ്ങനെ കുറേ സംസാരിക്കുക. അപ്പം ആ ഒരു എൻജോയ്മെൻറ്റ് ഈ ഒരു യാത്രയിൽ അടിപൊളിയായിരുന്നു. ഫൈനലി കയറി നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി അമ്പലമുണ്ട് മേലെ. പടവൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ കയറുമ്പോൾ ഒരു അടിപൊളി അമ്പലമാണ്. അത്രയും ചൂടുള്ളൊരു സ്ഥലത്ത് മേലെത്തുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കും. അതൊരു വേറെ ഫീലായിരുന്നു. പിന്നെ അതായത് മേലെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിച്ച് പാട്ട് പാടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. ഇവിടെ നിറച്ചും ആനകളൊക്കെ വരുന്ന സ്ഥലമാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പ്രസാദം എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാന്ന് പറഞ്ഞു. ഈ യാത്ര എല്ലാവർക്കും തികച്ചും ഫ്രഷ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ, എല്ലാവരും എപ്പോഴും പോകുന്ന സെയിം ഒരു റൂട്ടാണ്. ഞാനും കണ്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്, യാത്ര ചെയ്തതുമാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടോ. അതന്നെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ആനയും ആനക്കുട്ടി, പിന്നെ സിംഹവാലൻ കുരങ്ങ്, മയില്, കാട്ടുപോത്ത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കർണാടകയിൽ നിന്ന് തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ബന്ദിപ്പൂരാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത്. ഇനി നീലഗിരി ഡിസ്ട്രിക്റ്റിലെ മുതുമല ടൈഗർ റിസർവിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് മൃഗങ്ങൾ നമ്മൾ കണ്ടത്. നേരത്തെ അധികം ഒന്നും കണ്ടിട്ടില്ല. ഇവിടുന്ന് ഒരുപാട് മാന്, അതുപോലെ മയില്, അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്.
ഈ ഒരു സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ഈ കുങ്കിയാനകളൊക്കെ ഇല്ലേ, അവരെല്ലാം കെട്ടിയിട്ടിട്ട് വളർത്തുന്നില്ലേ, അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അതൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലമാണ് ആനപ്പന്തിയോ അങ്ങനെ എന്താ പറയില്ലേ, ആ ഒരു സ്ഥലം. നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല, ഇതിന്റെ മുന്നേ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോറസ്റ്റിൽ ഒരുപാട് തിങ്ങി നിൽക്കുന്ന മരങ്ങളൊന്നല്ല, വിട്ട് നമുക്കെല്ലാം കണ്ടു പോകാൻ പറ്റുന്നതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേന് ഐഷും ആലും ഭയങ്കര അടിയായി. എത്ര മൃഗങ്ങളെ കാണുന്നുണ്ട് അവർ കൗണ്ട് ചെയ്തിട്ട് ഞാനാ കൂടുതൽ പറഞ്ഞിട്ട് ഭയങ്കര അടിയായിരുന്നു. നമ്മൾ പിന്നെ ഒരുപാട് നേരം വൈകിയതുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ വൈകിപ്പോയിരുന്നു. പിന്നെ നമ്മൾ മസനഗുഡി എത്തിയിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഒരു മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. നമുക്ക് അവിടുത്തെ ഫുഡൊന്നും നമ്മളെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റില്ല, നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും തൃപ്തിയായിട്ടില്ല. ഞങ്ങൾ എങ്ങനെയല്ലോ ആ ഫുഡൊക്കെ ഇറക്കിയിട്ടാണ് വന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഊട്ടിയിലെത്താനായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കണ്ട സ്ഥലമാണെങ്കിൽ പോലും പിന്നെ ഈ ഒരു ഏരിയയിലൂടെയൊക്കെ വരുന്നത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട്. നമ്മൾ എത്ര കാട്ടിൽ പോയാലും പിന്നെയും മാനുകളെയൊക്കെ കാണുമ്പോൾ പിന്നെയും നോക്കുന്നില്ലേ, അതൊക്കെ നമുക്ക് അത്രയും ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ കൂടെ പിന്നെയും പോകുന്നത്. നമ്മൾ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മൈസൂരും തൃശ്ശൂരും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഊട്ടിന്ന് പ്ലാൻ ചെയ്തത്. എൻ്റെ മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒരുപാട് ചൂടെടുക്കുന്നത് ഇഷ്ടമല്ല, തണുപ്പാണെങ്കിൽ എത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് എത്താനായപ്പോൾ ആ ഒരു സ്പെഷ്യൽ തണുപ്പ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ എൻജോയ്മെന്റ് മാറി. അവിടെ ഒന്നിറങ്ങിയതും ഭയങ്കര തണുപ്പായിരുന്നു. ഇതൊക്കെ ഈ ചുരം എന്ത് ഭംഗിയാലേ. നമ്മൾ ആദ്യം തന്നെ ഇവിടെ കുറെ കുതിരകളെ കണ്ടു. അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ യാത്ര പണി പാളിയിട്ടുണ്ട്. ഒടുക്കത്തെ തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സുകളെല്ലാം എടുത്തിരിക്കുന്നത് ചൂടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. അതിനുശേഷം നമ്മൾ മക്കൾക്ക് കുറച്ച് ക്യാപ്പും സ്വെറ്റ് ഷർട്ടും അങ്ങനത്തെയൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ ഷോപ്പുകളിലൊക്കെ ഒന്ന് വെറുതെ കറങ്ങി ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ പുതപ്പും സ്വെറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ തിരിച്ചു വരാനുള്ള പ്ലാനിലായി. അങ്ങനെ നമ്മൾ ഈ നൈറ്റ് വ്യൂ എല്ലാം കണ്ടു. നമ്മൾ ഊട്ടിയിലെത്തിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ വിഷമം നമുക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. സാരില്ല, വിധി ഉണ്ടെങ്കിൽ ഇനിയും വരാലോ എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ ഫുഡും കഴിച്ച് രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ.